നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് സംഭവിച്ച ഹീനമായ പാകപ്പിഴയുടെ ഇരകളാണ് കുണ്ടറ നിയോജകമണ്ഡലം കണ്ണനല്ലൂർ ചേരിക്കോടം ഉന്നതിയിലെ 2 പെൺകുട്ടികൾ. 19 വയസ്സുള്ള മീനാക്ഷിയും 17 വയസ്സുള്ള നീതുവുമാണ് 2025 മെയ് മാസത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണമടഞ്ഞത്. ഇളയ അനിയനായ അമ്പാടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് അവൻ്റെ കൂട്ടിരിപ്പുകാരായി പോയ സഹോദരിമാരെയാണ് മരണം തട്ടിയെടുത്തത്. ചെണ്ട വാദ്യകലാകാരനായ മുരളീധരൻ്റെയും ശ്രീജയുടെയും മക്കളാണ് മരണമടഞ്ഞ മീനാക്ഷിയും നീതുവും. എല്ലാ മാതാപിതാക്കൾക്കും മക്കളുണ്ട്, എന്നാൽ ഇതൊരു വ്യത്യാസമായ മക്കളായിരുന്നു. നമ്മൾ മാതാപിതാക്കൾ പറയുന്നതിനപ്പുറത്തോട്ട് അവർ കാണിച്ചിട്ടില്ല. സ്കൂളിൽ സാറന്മാർ വരെ പറയുന്നുണ്ട് നല്ല സൈലന്റ് കുട്ടികളായിരുന്നു, നല്ലോണം പഠിക്കും. അതുകൊണ്ട് ഇനി എത്ര അടുത്ത ജന്മം ഉണ്ടെങ്കിൽ മക്കളായി തന്നെ വരണം. ഇളയ മോനാണ് ആദ്യം മഞ്ഞപ്പിത്തം വന്നത്. ഇളയ മോന് വന്ന് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു SAT-യിൽ. അതിൻ്റെ പിറ്റേന്ന് എൻ്റെ മൂത്ത മോക്ക് പനിയായിട്ട് വന്ന് ആംബുലൻസിൽ വിളിച്ച് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ ചെന്ന് ചേച്ചിയെ പരിചരിക്കുകയും ചേച്ചിയുടെ ഛർദിൽ കൊണ്ട് ഒന്ന് കളയുകയും എടുക്കുകയെല്ലാം ചെയ്യുന്ന അനിയത്തി കുട്ടിയായിരുന്നു. അപ്പോൾ കൂട്ടിരിപ്പിന് പോയ ആളാണ്. പിറ്റേന്ന്, അതായത് മെയ് 16-ാം തീയതി വെളുപ്പിലെ വന്ന് പറയുന്നു ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം കൊടുത്തു ഞങ്ങൾ നോക്കട്ട് എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം വന്ന് പറയുന്നു കുട്ടി മരണപ്പെട്ടു പോയെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഇളയ കുട്ടി, അതായത് മെയ് 18-ാം തീയതി വെളുപ്പിലെ ആ കുഞ്ഞ് മരണപ്പെട്ടെന്നറിഞ്ഞപ്പോൾ 2 പെൺമക്കൾ നഷ്ടപ്പെട്ട ഈ കുടുംബം തങ്ങളുടെ ഇളയ മകനായ അമ്പാടിയെ രക്ഷിക്കാൻ വാവിട്ട് കേണു. എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ചേരിക്കോണം ഉന്നതിയിലാണ് ഈ ദൗർഭാഗ്യകരമായ ഈ സംഭവം ഉണ്ടായത്. പെൺകുഞ്ഞുങ്ങളുടെ മരണവാർത്ത അറിഞ്ഞാണ് ഞങ്ങൾ, സ്പെഷ്യലും ഞാനും എല്ലാം അവിടെ എത്തുന്നത്. അവിടെ എത്തി ഈ പിതാവിനെ ഞങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുകയായിരുന്നു. എനിക്കിനി ആകെ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ, എങ്ങനെ എൻ്റെ മോനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർമാർ തന്നെ ചിലപ്പോൾ ലിവറിനെ ബാധിച്ചൊരു ട്രാൻസ്പ്ലാന്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് 2 പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളുടെ പേര് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പിതാവിനോട് ചോദിച്ചു, നിങ്ങളിതിൽ ഏത് ആശുപത്രിയാണ് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്? അദ്ദേഹം തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രി എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടു. അവരെ അവിടേക്ക്, ഈ കുട്ടീനെ അവിടേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ അവരോട് അന്നേരം പറഞ്ഞു, 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് 24 മണിക്കൂറിനകത്ത് മരണപ്പെട്ട ഒരു കുടുംബമാണ്. അവരുടെ ഒരു മാനസികാവസ്ഥ വളരെ പ്രയാസമുള്ളതാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം, ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം എന്ന് അവിടെ പറയുകയുണ്ടായി. പൂർണ്ണമായും ഭേദമാകുന്നവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യരുത്, കാരണം ഇവർ പാവപ്പെട്ടവരായതുകൊണ്ട് ചിലപ്പോൾ സ്വകാര്യ ആശുപത്രികൾ നേരത്തെ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യം വല്ലതും ഉണ്ടായാൽ അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആവശ്യം കൂടെ വെച്ചു. എന്തായാലും അമ്പാടി പിന്നീട് പൂർണ്ണ ആരോഗ്യവാനായി അവിടെ നിന്നും ആശുപത്രി വിട്ടു. ഞങ്ങൾക്കിനി കണ്ണിനും പൊന്നിനുമായിട്ടുള്ള ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട MLA സാർ, അതായത് വിഷ്ണുനാഥ് MLA, അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അദ്ദേഹം ദൈവപുത്രനായി വരട്ടെ. കാരണം എന്താ അറിയാം, ഈ കുഞ്ഞിനെ ആ സെക്കൻഡിൽ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടീഷൻ മോശം, ഈ 2 കുട്ടികൾ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് എത്രയും പെട്ടെന്ന്
എവിടെ നിൽക്കുന്നെന്ന് ചോദിച്ച് കിട്ടുന്ന വണ്ടി വിളിച്ചു വരാൻ പറഞ്ഞു. കിട്ടുന്ന ഏത് വണ്ടിയാന്ന് പറഞ്ഞ ആ സെക്കൻഡ് അവിടുന്ന് പക്ഷെ എന്റെ പെമ്മക്കളെ കാര്യവും സാർ അറിഞ്ഞിരുന്നെങ്കിൽ അവര് രക്ഷപ്പെട്ടു പോയി. സാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പെമ്മക്കളെ സാർ രക്ഷപ്പെടുത്തി തന്നേനായിരുന്നു. എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാം. പിന്നെ ഞങ്ങളെ 3 പേരെയും സപ്പോർട്ടും പ്രാർത്ഥനയും എപ്പോഴും സാറിനുണ്ടാവും. ഇനി സാറിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ സാറ് ചെയ്യാൻ ആ സാറിനെ അനുവദിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ആ സാറിന് കിട്ടട്ടെ. യഥാർത്ഥത്തിൽ ഇവർ ചികിത്സാ പിഴവിൻ്റെ ഇരകളും രക്തസാക്ഷികളുമാണ്. ആ നിലയിൽ ഇവർക്ക് നഷ്ടപരിഹാരം, ഇവരുടെ ഉണ്ടായ നഷ്ടത്തിനൊരു പരിഹാരമില്ലല്ലോ, 2 മക്കൾ പോയതാണ്. എങ്കിലും ആ സിസ്റ്റത്തിൻ്റെ പോരായ്മയിൽ രക്തസാക്ഷികളായതാണ് ഈ കുഞ്ഞുങ്ങൾ. ഒരു കുട്ടീനെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. നാടിനെ നയിക്കാൻ നന്മയും കാരുണ്യവുമുള്ള ജനനേതാക്കൾ ഉണ്ടാവണമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.